അപ്പൊ സ്റ്റേജിൽ വെച്ചിട്ട് ഈ ഷോ കഴിഞ്ഞ് ഈ സ്കിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ എന്റെ കൂട്ടുകാരൻ മിണ്ടുന്നില്ല. അവൻ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, സ്കിറ്റ് കളിച്ചിട്ടുമുണ്ട്. പിന്നെ ഇവൻ മിണ്ടുന്നില്ല. ഇവൻ വളരെ അന്തർമുഖനായിട്ടിരിക്കുന്നു. സുബി അതിലെ വരുന്നുണ്ടോ, ഇവൻ ഇതിലേ പോകും. ഇവൻ ഞങ്ങൾക്ക് വെള്ളമൊക്കെ മേടിച്ചു തരേണ്ടവനാ. എനിക്ക് കൊണ്ട് നിന്നിട്ട് വെള്ളം അവിടെ കൂടെ കൊടുത്തു കേട്ടോ. ഇവൻ സുബിയിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് സ്റ്റേജിൽ സുബി കരഞ്ഞിരുന്നു. കൃഷ്ണൻ വന്ന് കണ്ണു പൊത്തണമല്ലോ. ഇവന് കണ്ണട ഉണ്ടായിരുന്നു. ഇവൻ സ്കിറ്റ് തുടങ്ങിയപ്പോ ഇവന്റെ കണ്ണട ഊരി കൂട്ടുകാരന് കൊടുത്തു. അപ്പൊ തന്നെ ഇവന്റെ ഫോക്കസ് പോയി. ഇതിന്റെ കൂട്ടത്തിൽ സ്റ്റേജിൽ മുഴുവൻ സ്മോക്ക് ഇട്ടു. അപ്പൊ ഇവന് സ്റ്റേജിട്ട് കയറിയപ്പോ സുബി എവിടെ ഇരിക്കണെന്ന് കാണാൻ വയ്യ. ഇവൻ ഇരുട്ടത്ത് തപ്പിച്ചെന്ന് ഈ സുബിയുടെ കണ്ണ് പൊത്തിയല്ലോ. ബലം കൂടിപ്പോയിട്ട് സുബി കണ്ണിൽ വെച്ച കോണ്ടാക്ട് ലെൻസ് മടങ്ങി കണ്ണിനകത്ത് കയറിയിട്ട് സുബിക്ക് കൊളപ്പുള്ളിയപ്പനെ പോലെ ആയിപ്പോയി. സുബിക്ക് സംഗതി മനസ്സിലായി. പക്ഷെ കണ്ണ് നീറിയിട്ട് സുബി സ്റ്റേജിൽ വെച്ച് അതങ്ങ് കുടഞ്ഞു കളഞ്ഞു. പിന്നെ ഉണ്ണേട്ടൻ വന്നോ, ഞാൻ ഇങ്ങനെയൊക്കെ ഡയലോഗുകള്. ഈ ലിപ്പ് കറക്റ്റ് ആണ്, പക്ഷെ സുബി ഇവനെ ചീത്ത വിളിക്കുക. അടുത്ത 10 മിനിറ്റ് ഈ സ്കിറ്റിൽ സുബി ഉണ്ണേട്ടൻ വന്ന്, നീയൊക്കെ എവിടെ നോക്കിയാടാ ഇങ്ങനെ ചെയ്തത്, നിനക്ക് കണ്ണ് കണ്ടുപിടാടാ ചെറുക്കൻ, നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് സുബി ഇവനെ അടുത്ത 10 മിനിറ്റ് ആൾക്കാർ നോക്കുമ്പോ സ്കിറ്റ് നടക്കുന്നുണ്ട്, ഡയലോഗും പറഞ്ഞു. പക്ഷെ ലിപ്പ് ഔട്ട് വേറെയും ലിപ്പ് ഇവിടെ സ്റ്റേജിൽ. ഈ ചീത്ത കേട്ടിട്ടാണ് ഇവൻ മിണ്ടാതെ നടക്കുന്നത്. 1-2 ചീത്ത അവനെ വിളിച്ചോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. സുബി വിളിച്ചു കാണാനുള്ള സ്വഭാവം